കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ, അഭിനന്ദനം നിനക്കഭിനന്ദനം, അഭിനന്ദനം. പാട്ട് പാടിയത് ഞാനൊരു റിയൽ സിറ്റുവേഷൻ ഓർത്തുകൊണ്ടാണ്. അതായത് ഈ ഇടയ്ക്ക് ഒരുപാട് വിവാദമായിട്ടുള്ള നമ്മുടെ ശ്രീലക്ഷ്മി അറയ്ക്കൽ എൻ്റെ ഒരു ഫ്രണ്ടാണോ എന്ന് ചോദിച്ചാൽ ഒരു ഫ്രണ്ടാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ഫ്രണ്ട് എന്ന നിലയിലൊന്നുമല്ല കേട്ടോ. പക്ഷെ ഒരു ജെനുവിനായിട്ടുള്ള ഒരു ടോക്കാണ്. എന്തുകൊണ്ടോ ഒരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരിയുടെ കരച്ചിൽ എന്നെ ഒരുപാട് മെന്റലി വേദനിപ്പിച്ചു. കാരണം ഒരുപാട് സിറ്റുവേഷൻസ് ഞാനും അതുപോലെയൊക്കെ കടന്നുപോയിട്ടുള്ളത് കൊണ്ടാവാം എന്നെയും ആ കരച്ചിൽ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ചങ്കുകളെ. അതുകൊണ്ടാണ് കേട്ടോ, എന്നോട് ക്ഷമിക്കണം. ഇപ്പം ശ്രീലക്ഷ്മി അറയ്ക്കൽ എന്ന വ്യക്തി ഒരുപാട് കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഒരുപാട് ആണുങ്ങളുമായിട്ട് സെക്സ് ചെയ്തിട്ടുണ്ട്, അത് ഇത് അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളിലും പുള്ളിക്കാരി ആധികാരികമായിട്ട് ഒരുപാട് പുള്ളിക്കാരിയുടെ അഭിപ്രായം വളരെ ഊന്നി തന്നെ, അതായത് സ്ട്രിക്റ്റായിട്ട് പുള്ളിക്കാരിയുടെ അഭിപ്രായം എന്താണ് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത് ഞാൻ വെസ്റ്റേൺ കൾച്ചർ അഡാപ്റ്റ് ചെയ്തതുകൊണ്ടാകാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന 16 ഇയേഴ്സ് ഉള്ള പെൺകുട്ടികളാകട്ടെ, ഇവിടുത്തെ ടീനേജേഴ്സോ അല്ലെങ്കിൽ 30 വയസ്സോ 28 വയസ്സുള്ള കുട്ടികളൊക്കെ ചെയ്യുന്നത് ഇത് തന്നെയാണ്. അതായത് അവര് ഒരു ബോയ് ഫ്രണ്ടിന്റെ കൂടെ പോവുക, അവര് താമസിക്കുക. ഇപ്പൊ അവർക്ക് ആ റിലേഷൻഷിപ്പ് ശരിയായില്ല എങ്കിൽ അവർ ആ റിലേഷൻഷിപ്പ് വിട്ടിട്ട് വേറൊരു ഒരാളിനെ കണ്ടുപിടിക്കുക എന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതാരും ചോദ്യം ചെയ്യുകയോ അവരുടെ ആ അവകാശത്തെ ആരെങ്കിലും കൈകടത്തുകയോ ഒന്നും ചെയ്യാറില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള സിസ്റ്റം അതല്ല. അതുകൊണ്ടാണ് അത് നമുക്ക് വല്ലാതെ നമ്മളെ അത് തോന്നിപ്പിക്കുന്നത്. ഇതെന്തോ ഒരു പാപമാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഗതിയാണെന്നോ ഒക്കെ. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഇപ്പോ കാലം മാറി ഒരുപാട് പേര് പല ആൾക്കാരുടെയും കൂടെ സെക്ഷുവൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടാറുണ്ട് അല്ലേ. ഇപ്പോ എന്റെ അറിവിൽ തന്നെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആക്റ്റീവായിട്ടുള്ള കൊച്ചുകുട്ടികളും യങ്സ്റ്റേഴ്സും ഒരുമാതിരി ഫേമസ് ആയിട്ടുള്ള എല്ലാ പെൺകുട്ടികളെയും ഒക്കെ ഈ കല്യാണം കഴിഞ്ഞ ആൾക്കാർ തന്നെ പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയച്ചിട്ട് അവരോട് ചോദിക്കാറുണ്ട്, എന്താ എന്റെ വൈഫിന് സെക്ഷുവലായിട്ട് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ, നമുക്ക് എന്താ ഒന്ന് മുട്ടിയാൽ കൊള്ളാം, ഒന്ന് ചോദിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ ഒരുപാട് പോകാറുണ്ട് കേട്ടോ. പക്ഷേ അപ്പോഴൊക്കെ തന്നെ ആരും അത് പരസ്യമായിട്ട് പറയാറില്ല അല്ലേ. അത് രഹസ്യമായിട്ട് വച്ചിട്ട് ആ ആക്ടിവിറ്റീസിൽ ആൾക്കാർ അറിയാതെയോ അറിഞ്ഞോ ഒക്കെ ഏർപ്പെടാറുണ്ട്. അതെല്ലാം ഒളിച്ചു വെച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ നമ്മുടെ അറയ്ക്കൽ ചെയ്തത് പുള്ളിക്കാരിയുടെ എന്താണോ പുള്ളിക്കാരി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അത് ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പൊ അത് ഓപ്പണായിട്ട് പറഞ്ഞപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അത് അക്സെപ്റ്റൻസ് കുറവായതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാ അതിന്റെ സത്യം. പക്ഷെ പുള്ളിക്കാരി ഒന്നും ചിന്തിക്കാതെ അത് എന്താണോ പുള്ളിക്കാരിയുടെ ഒരു ഒരു കാഴ്ചപ്പാട് എന്നത് തുറന്നടിച്ചു. അതാണ് പുള്ളിക്കാരി ചെയ്തത്. പക്ഷെ പലരും തുറന്നടിക്കാൻ മടിക്കുന്ന ഒരു കാര്യം വളരെ ആത്മധൈര്യത്തോടു കൂടി തുറന്നടിച്ചു. പക്ഷെ പലരും അങ്ങനെ ചെയ്യാറില്ല ചങ്കുകളെ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ തുറന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ആൾക്കാർ അവരെ വിലയിരുത്തും മോശമായിട്ട്. പക്ഷേ ആരെങ്കിലും ഇരുട്ടത്ത് ആരും അറിയാതെ ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നത് സത്യമാണ്. പക്ഷെ നമ്മൾ അവരെ കുറിച്ച് അന്വേഷിക്കാറോ അവരെ കുറിച്ച് എന്തെങ്കിലും ചീത്ത വാക്കുകൾ സംസാരിക്കുകയോ ചെയ്യാറുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ ഓർക്കുക, കല്യാണം കഴിഞ്ഞ ആൾക്കാർ തന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്നതാണ് സത്യം. അപ്പോൾ നമ്മൾ പലരും ഇപ്പൊ ഇത്തരം സെക്ഷുവൽ ആക്ടിവിറ്റീസിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ഓടാൻ വിളിക്കുന്ന ഒരു വിളിയാണ് വേടി. ഈ വേടി എന്ന് പറയുന്നത് തോക്കിട്ട് വെടിവെക്കുന്നതാണോടെ? ഇനി ഇങ്ങനെ വെടി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ തോക്കെടുത്തിട്ട് ടുക്കു ടുക്കു എന്ന് വെടിവെക്കുന്നതാ. പക്ഷെ എന്തായാലും
ശ്രീലക്ഷ്മി അറയ്ക്കല് പറഞ്ഞ ഈ ഓരോ സംഭവങ്ങൾ എനിക്ക് പുതുമയായിട്ട് തോന്നാറില്ല. കാരണം ഇതൊക്കെ വെസ്റ്റേൺ കൺട്രീസിൽ ഇതൊന്നും ഒന്നും അല്ലെന്നേ. നിങ്ങളും ലോകം മാറാൻ ശ്രമിക്കന്നേ. കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാ നടക്കുന്നത്. ചിലർ അത് ഓപ്പണായിട്ട് വിളിച്ചു പറയുന്നു, ചിലർ സമൂഹത്തിന് മുമ്പിൽ ഒളിച്ചു വെക്കുന്നു. ഇതൊക്കെ സ്വാഭാവികം മാത്രം. ഇതൊക്കെ വളരെ ലാഘവത്തോടു കൂടി എടുക്കാൻ പഠിക്കുക. ബി ഹാപ്പി, ബി സ്ട്രോങ്. വെടിയല്ല, അട്ടുക്കൂ പടക്കം.